യാക്കോസ്ലിഹ എഴുതിയ ലേഖനം 4-ാം അധ്യായം 7-ാം വാക്യം. ആകയാൽ ദൈവത്തിന് വിധേയരാകുവിൻ, പിശാചിനെ ചെറുത്തു നിൽക്കുവിൻ, അപ്പോൾ അവൻ നിങ്ങളിൽ നിന്ന് ഓടി അകന്നു. പ്രിയമുള്ളവരെ, യാക്കോസ്ലിഹ ഈ സായാഹ്നത്തിൽ നമ്മളെ ഓർമ്മപ്പെടുത്തുക ദൈവത്തിന് വിധേയരായിട്ട് ജീവിക്കുവാൻ വേണ്ടിയാണ്. അങ്ങനെ നിങ്ങൾ ദൈവത്തിന് വിധേയരായി ജീവിക്കുകയാണെങ്കിൽ, നിങ്ങളുടെ കുടുംബം ഒറ്റക്കെട്ടായിട്ട് ദൈവത്തിന് വിധേയരായിട്ട് ജീവിക്കുകയാണെങ്കിൽ പിശാച് നിങ്ങളിൽ നിന്ന് ഓടിയാകുന്നു. നിങ്ങൾ പിശാചായിട്ട് യുദ്ധം ചെയ്യാൻ പോകണ്ട, ദൈവത്തിൻ്റെ പക്ഷത്തായിരുന്നു. അച്ഛന് ഈ ഒരു കൃപ നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി ഈ നിമിഷം പ്രാർത്ഥിക്കുവാനായിട്ട് പോവുകയാണ്. നല്ലവനായ കർത്താവേ, ഈ കുടുംബാംഗങ്ങളെ മുഴുവൻ സമർപ്പിക്കുകയാണ്. എപ്പോഴും നിനക്ക് വിധേയപ്പെട്ടുകൊണ്ട് ജീവിക്കുവാനായിട്ട് ഈ കുടുംബാംഗങ്ങളെ നീ പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കണമേ. പിശാചിനെതിരെ ചെറുത്ത് നിൽക്കുവാനുള്ള ശക്തി ഇവർക്ക് നൽകണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. നിൻ്റെ അഭിഷേകം ഇവരിലേക്ക് ഈ നിമിഷം ചൊരിയപ്പെട്ടതെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഈ മക്കളിൽ ആരെങ്കിലും പിശാച് ഏതെങ്കിലും തരത്തിൽ തളർത്തിയിട്ടിട്ടുണ്ടെങ്കിൽ, തടവിലാക്കിയിട്ടുണ്ടെങ്കിൽ, ഈ നിമിഷം ഈ മക്കൾക്കൊരു വിടുതൽ സംഭവിക്കട്ടെ എന്ന് കർത്താവ് നിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുകയാണ്. ഇവരുടെ ഏതെങ്കിലും തരത്തിലുള്ള ചിന്താരീതികൾ നിൻ്റെ ചിന്താരീതികൾക്ക് എതിരാണെങ്കിൽ, ഇവരേതെങ്കിലും തരത്തിൽ നിന്നോടുള്ള പ്രയോറിറ്റി വിട്ട് മറ്റ് ലോകകാര്യങ്ങളിലേക്ക് വ്യാപരിക്കുന്നുണ്ടെങ്കിൽ, അത് കുടുംബത്തിൻ്റെ അന്തരീക്ഷങ്ങളെ തകർത്ത് കളയുന്നുണ്ടെങ്കിൽ, നിൻ്റെ നാമത്തിൽ ഈ നിമിഷം ആ മേഖലയിൽ വിടുതലുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ ഭവനവും ഇവരുടെ ഭവനാംഗങ്ങളും ഇവരുടെ ഭവനത്തിലെ എല്ലാ വസ്തുക്കളും നിൻ്റെ നാമത്തിൽ ആശീർവദിക്കപ്പെടട്ടെ. എല്ലാ തരത്തിലുള്ള തിന്മകളും ദുഷ്ടാരൂപികളും നെഗറ്റീവ് എനർജികളും ഇവരുടെ കുടുംബാന്തരീക്ഷത്തിൽ നിന്ന് നിൻ്റെ നാമത്തിൽ മാറ്റപ്പെടട്ടെ. ഈശോയെ, ഈ രാത്രിയിൽ